എല്ലാവർക്കും ചുറ്റുപാത്രം കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പറാട്ട മസാലയുടെ വീഡിയോ. അതുപോലെ തന്നെ ഒരു മസാലയാണ് തേപ്ല മസാല. ഞാൻ ഇതുവരെ തേപ്ല വീഡിയോ പിടിച്ചിട്ടില്ല. ഞാൻ പക്ഷേ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. തേപ്ല ഉണ്ടാക്കുമ്പോൾ നമ്മൾ മേത്തിയുടെ ഇല, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണത്. അധികം എന്താ പറയുക, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കണമെങ്കിൽ കൂടി നമുക്ക് യാത്രകളൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയൊരു നല്ലൊരു വിഭവമാണ് തേപ്ല. ഇവിടെ മഹാരാഷ്ട്രയിലായാലും ഗുജറാത്തികളൊക്കെ ആയാലും എല്ലാവരുടെയും വീട്ടിൽ ഈ സാധനം ഉണ്ടാക്കും. പിന്നെ അവർ യാത്ര പോകുമ്പോഴും ഇത് കൊണ്ടുപോകുന്നത് ഈ സാധനം തന്നെയാണ്. അപ്പോൾ അത് രാവിലെയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പല ഡബ്ബകൾ തുറക്കണമൊക്കെ ഈസി ആയിട്ട് ഒരു ഡബ്ബയിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റിയൊരു മസാലയാണ് തയ്യാറാക്കി വയ്ക്കാൻ പോണേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കൂടുതൽ വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തേപ്പിലേക്ക് ഒരു മഞ്ഞ കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1.5 ടീസ്പൂൺ എടുക്കണം. പിന്നെ വേണ്ടത് നമ്മുടെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂണ്. പിന്നെ കായമാണ്, അത് ഞാൻ 1/2 ടീസ്പൂണാണ് ഇട്ടേക്കണേ. നിങ്ങൾക്ക് കായത്തിൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഒരു 3/4 ടീസ്പൂൺ വരെ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനായി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. കാരണം അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 4 ടീസ്പൂണ് കസൂരി മേത്തി. അപ്പോൾ കസൂരി മേത്തി വളരെ ഇങ്ങനെ കനം കുറഞ്ഞിട്ടായിരിക്കുക. അപ്പം നമ്മളിങ്ങനെ ടീസ്പൂണിൽ അമക്കി എടുക്കണേന് പകരം ഞാനൊരു 4 ഇങ്ങനെ കയ്യിലായിട്ടാണ് എടുത്തത്, 4 പ്രാവശ്യമായിട്ട്. പിന്നെ വേണ്ടത് അത്രയും തന്നെ ടീസ്പൂൺ അളവിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വൈറ്റ് എള്ളാണ് എടുക്കേണ്ടത്. പിന്നെ 1 ടീസ്പൂണ് ജീരകം, നല്ല ജീരകം. നമ്മൾ ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അത് കൂടാണ്ട് 1 ടീസ്പൂൺ നല്ല ജീരകം, 2 ടീസ്പൂൺ അജിവൈൻ, ഓവ എന്ന് പറയുന്നുണ്ടല്ലോ, അയമോദകം അത്. അപ്പോൾ ഇതിൻ്റെ അയമോദകത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനെയും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ അടിച്ച് ഭയങ്കരമായിട്ട് നൈസ് പൗഡർ ആക്കണ്ട, ഒന്ന് കോഴ്സ് പൗഡറായിട്ട് കിട്ടിയാൽ മതി. തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തരിതരിപ്പായിട്ട് അതിനൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ മസാല ഇപ്പോൾ നമ്മൾ ഒരു 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു 4 ടേബിൾ സ്പൂണെങ്കിലും ചേർക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. പിന്നെ നമുക്ക് അതിനകത്ത് വേണ്ട മറ്റ് മേത്തിയുടെ ഇല, പിന്നെ കടലപ്പൊടി, തൈര്, ഈ വക സാധനങ്ങളൊക്കെ വേറെ എക്സ്ട്രാ ആയിട്ട് ചേർക്കണം. അപ്പോൾ ഇതാണ് തേപ്ല മസാല. അപ്പോൾ ഞാൻ തേപ്ല ഉണ്ടാക്കണ വീഡിയോ ഒരു ദിവസം ഇടാം. അപ്പോൾ ഈ മസാല ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നോർത്ത് ഇന്ത്യയിലൊക്കെ താമസിക്കുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിനം.